ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ റിവിഷൻ, അതായത് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ടോട്ടൽ ഇൻകം വരെ ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻകം എന്ന് പറഞ്ഞു, നമ്മൾ ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഫോറിൻ ഇൻകം എന്താണെന്നും പറഞ്ഞു. അതിൽ ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ഇൻകം റിസീവ് ചെയ്താൽ ഇന്ത്യൻ ഇൻകം ആണ്. അതേപോലെ തന്നെ അക്രൂ ഓർ അറൈസ്, അതുപോലെ തന്നെ ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ഇത് ഇന്ത്യൻ ഇൻകം ആണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഏത് സംഭവിച്ചാലും ഇന്ത്യൻ ഇൻകം ആണ്. അല്ല എങ്കിൽ അത് ഫോറിൻ ഇൻകം ആണ്. ഓക്കെ, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു കാര്യം എന്തായിരുന്നു, ഇന്ത്യൻ ഇൻകം എല്ലാവർക്കും ടാക്സബിൾ ആണ്. റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും. ഫോറിൻ ഇൻകം ആണെങ്കിൽ നോൺ റെസിഡന്റിന് ടാക്സബിൾ അല്ല, അതിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നോട്ട് ഓർഡിനറി റെസിഡന്റിന് ചില സമയത്ത് ഫോറിൻ ഇൻകം ടാക്സ് ആവും, ചിലത് ഫോറിൻ ഇൻകം ടാക്സ് അല്ല. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് പിന്നെ നമുക്കറിയാം എപ്പോഴും ടാക്സബിൾ ആണ്. അപ്പൊ ഫോറിൻ ഇൻകം റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് എപ്പോഴാണ് ടാക്സബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിസിനസ് ഇൻകം ആണോ നോക്കുക. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നും കിട്ടുന്ന ഇൻകം ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അത് ഇന്ത്യൻ ഇൻകം ആണ്. അതല്ല ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ഫോറിൻ ഇൻകം ആണ്. അപ്പോ ഇന്ത്യൻ ഇൻകം എന്നല്ല, അത് ടാക്സബിൾ ആണ്. ഇനി ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ അല്ല. അപ്പൊ ഫോറിൻ ഇൻകം ബിസിനസ്സോ പ്രൊഫഷനോ ആണ്. ആ ബിസിനസ് പ്രൊഫഷനെ സെറ്റപ്പ് ചെയ്തത് അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അത് ഫോറിൻ ഇൻകം ആണ്. പക്ഷെ ടാക്സബിൾ ആണ്. ആർക്ക്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലോ, ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ടാക്സബിൾ അല്ല. ഇന്ത്യയിൽ നിന്നാണ് ആ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ മുന്നോട്ട് പോവാണ്. ഓക്കെ, ഇനി റിസീവ്ഡ് എന്ന് പറയുക, ഡീംഡ് ടു ബി റിസീവ്ഡ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത്, ഡീംഡ് ടു ബി റിസീവ്ഡ് നമുക്കറിയാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ക്യാഷ് കിട്ടുകയാണെങ്കിൽ ആ പൈസ ആദ്യമായിട്ട് ഇന്ത്യയിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് റിസീവ്ഡ് ആണ്. പക്ഷെ ഡീംഡ് ടു ബി റിസീവ്ഡ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് റിസീവ്ഡ് ആയി തോന്നൂല. അങ്ങനത്തെ ഇൻകത്തിനെ നമ്മൾ ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് പറയാം. ആക്ട് പറയുന്നതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് റിസീവ്ഡ് ആയിട്ട് കണക്കാക്കും എന്നുള്ളത്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അതായത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. എംപ്ലോയർ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയുടെ 12% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. എംപ്ലോയർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, ആ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലാണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കുറച്ച് കോൺട്രിബ്യൂഷൻ എംപ്ലോയിക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 12% കൂടുതലാണെങ്കിൽ അത് ഡീംഡ് ടു ബി റിസീവ്ഡ് ആണ്. ആ എക്സസ് ഉള്ള സംഖ്യ, ഉദാഹരണം 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 12-നേക്കാളും 3% കൂടിയത്, ആ 3% ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ബാലൻസിന് ഇൻട്രസ്റ്റ് കിട്ടും. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഉണ്ടാവുന്ന ഇൻട്രസ്റ്റിനും ടോട്ടൽ ബാലൻസിന് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് 9.5% കൂടുതലാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പൊ അതിലുള്ള ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന് 10% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 0.5% എന്താണ് അധികം വന്നിട്ടുണ്ട്, അത് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഡീംഡ് ടു ബി റിസീവ്ഡ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എക്സാമിൽ ഇതിങ്ങനെ ഡീംഡ് ടു ബി റിസീവ്ഡ് എന്താണെന്നൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ അണ്ടർ പെൻഷൻ സ്കീം, നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള എംപ്ലോയറുടെ വല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതും ഡീംഡ് ടു ബി റിസീവ്ഡ് ആണ്. ഇതെന്താ സംഭവം?
എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വൈഫൈ ബട്ടൺ ഓഫ് ആയി പോയി. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വോയിസ് ഓക്കെ പറയണേ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എംപ്ലോയർ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നാഷണൽ പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ NPS വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ ആക്ച്വലി എംപ്ലോയിയുടെ കയ്യിൽ കിട്ടുന്നില്ല. എന്നാലും എംപ്ലോയർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഇയാളുടെ സാലറി ഇയാൾക്ക് കിട്ടിയതായിട്ട് കണക്കാക്കും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഇതേ കാര്യം തന്നെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ത്, അതുപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റ്, ഈ രണ്ടും ഇയാളുടെ എംപ്ലോയിക്ക് കിട്ടിയതായിട്ടാണ് കണക്കാക്കുക. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊവിഡന്റ് ഫണ്ട് നോർമലി ഗവൺമെന്റ് അപ്രൂവോട് കൂടെയാണ്. സ്ക്രീൻ ആർക്കും കാണുന്നില്ലടോ? സ്ക്രീൻ ആർക്കും കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആർക്കാ കാണുന്നത്, ആർക്കാ കാണാത്തതെന്ന് വ്യക്തമായി പറയണേ. ഇപ്പൊ കാണുന്നവരൊന്ന് തംസപ്പ് അടിച്ചേ, സ്ക്രീന് കാണുന്നവര്. യെസ്, ബാക്കിയുള്ളവര് ബാക്ക് അടിച്ചു വരാം കേട്ടോ. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് വല്ല ബാലൻസും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാലൻസ് എന്താ? രണ്ട് രീതിയിലുള്ള, ഒന്ന് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഒന്ന് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, കോൺട്രിബ്യൂഷന്റെ മേലുള്ള ഇൻട്രസ്റ്റ്, ഈ രണ്ട് എമൗണ്ടും ഈ RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതും എംപ്ലോയിന്റെ കയ്യിൽ കിട്ടുന്നില്ല. എന്നിരുന്നാലും അത് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയതായിട്ടാണ് കണക്കാക്കുക. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാത്ത പ്രൊവിഡന്റ് ഫണ്ട്. അതിൽ നിന്നും ഗവൺമെന്റ് അംഗീകാരമുള്ള പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഫണ്ട് മാറ്റിക്കഴിഞ്ഞാൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിന്റെ മേലുള്ള ഇൻട്രസ്റ്റും എംപ്ലോയിക്ക് കിട്ടിയതായിട്ട് കണക്കാക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഡിസ്കഷനിലേക്ക് പോവാലോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? പിന്നെ ഇനി ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ കൂടെ അടുത്ത് നമ്മൾ ഇനി നമ്മുടെ ചാപ്റ്റർ 1 റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും തിയറി ഇങ്ങനെ പറഞ്ഞു പോകുന്ന റിവിഷൻ ഉണ്ടാവില്ല. ഞാൻ PYQs കഴിഞ്ഞ 5 വർഷത്തോളമുള്ള PYQs എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ മാത്രമായിരിക്കും ഇനി ഡിസ്കസ് ചെയ്യുക. കാരണം ഇനി റിവിഷൻ എന്ന് പറഞ്ഞാൽ എക്സാം ഓറിയന്റഡ് റിവിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് എന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും ഇനി ചാപ്റ്റർ 1ന്റെ റിവിഷൻ ഇതുപോലെ രണ്ടാമത് വീണ്ടും പറയൂല എന്നർത്ഥം. അത് നിങ്ങൾക്ക് ഓൾറെഡി 2 എണ്ണം പായല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രൂ ഓർ അറൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതെന്താണ്? ഒരു ഗുഡ്സ് അക്രൂ ഓർ അറൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാര്യത്തിൽ വരാം. ഗുഡ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അക്രൂ ഓർ അറൈസ്, അതുപോലെ തന്നെ സർവീസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അക്രൂ ഓർ അറൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുഡ്സിന്റെ ഡീലിങ്സ് എവിടുന്നാണോ നടന്നത്, പ്ലേസ് ഓഫ് ഡീലാണ് അക്രൂ ഓർ അറൈസ് എന്ന് പറയാം. സർവീസ് ആണെങ്കിൽ പ്ലേസ് ഓഫ് പെർഫോമൻസ് ആണ്. അത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. പ്ലേസ് ഓഫ് പെർഫോമൻസ് ആണ്.
ഓക്കെ, ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് അത് ഡീമിറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഗുഡ്സിന്റെ കേസിൽ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം തന്നെയാണ്. എന്താണ് ഉദാഹരണം? ഞാൻ മലേഷ്യയിലേക്ക് ടൂർ പോയി. ഞാൻ എന്ത് ചെയ്തു? മലേഷ്യയിലേക്ക് ടൂർ പോയി. ഈ മലേഷ്യയിൽ നിന്ന് എങ്ങനെ മലേഷ്യ എഴുതുക, എങ്ങനെ ആവട്ടെ, മലേഷ്യയിലേക്ക് എന്ത് ചെയ്തു? ടൂർ പോയി. ഇവിടെ മലേഷ്യയിൽ നിന്നും ഞാൻ ഒരാളെ കണ്ടു. അയാള് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കോൺട്രാക്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റൂല. അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ഇനി നേരെ മറിച്ച് ഞാനിവിടെ നാട്ടില് നിൽക്കുകയാണ്, ആലപ്പുഴയില്, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ ഒരു ഹൗസ് ബോട്ടിൽ ഞാൻ റൂമൊക്കെ എടുത്ത് താമസിക്കുന്ന സമയത്ത് ഒരു സായിപ്പ് വന്നിട്ടുണ്ട്. ഈ സായിപ്പിനെ കണ്ട് സായിപ്പിനായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം സായിപ്പിന് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം സായിപ്പ് എന്നോട് പറഞ്ഞു, എന്റെ ബിസിനസ് എന്താണ്? നല്ല ചെമ്മീൻ വറുത്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുക എന്ന ബിസിനസ്സാണ് എന്ന് കരുതുക. അപ്പൊ സായിപ്പിന് അതിലൊരു താല്പര്യം വന്നു. ഞാനും സായിപ്പും പരസ്പരം സംവദിച്ച് സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്തപ്പോ ഒരു കോൺട്രാക്ട് വന്നു. എന്താണ്? അടുത്തൊരു വർഷത്തേക്ക് 1000 ടൺ എന്താണ് ചെമ്മീൻ വറുത്തത് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിന്റെ ഡീൽ എവിടുന്നാ നടന്നത്? നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് നടന്നതാണ്, ഹൗസ് ബോട്ടിനുള്ളിൽ വെച്ച് നടന്നതാണ്. അത് ഡീല് നടന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. ഇനി പെർഫോമൻസിന്റെ കാര്യം എടുക്കുമ്പോൾ, സർവീസിന്റെ കാര്യം എടുക്കുമ്പോൾ എവിടെയാണോ സർവീസ് കൊടുക്കുന്നത് അവിടെയാണ്. ഇപ്പോ അതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു. നമ്മൾ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, ഇവർ രണ്ടാളുകളേറ്റും നമ്മൾ ഇവിടെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ഡീല് നടത്തി. ദുബായിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദുബായിൽ ഒരു സ്റ്റേജ് ഷോക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സ്റ്റേജ് ഷോ എവിടെയാണ് പെർഫോം ചെയ്യുന്നത്? ദുബായിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സർവീസ് അക്രൂ ഓർ അറൈസ് ചെയ്യുന്ന ഡീൽ ഇവിടെ എറണാകുളത്തെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണെങ്കിലും, പക്ഷെ സർവീസ് കിട്ടിയിട്ടുള്ള സ്റ്റേജ് ഷോന്റെ സർവീസ് കിട്ടിയിട്ടുള്ളത് ദുബായിലായതുകൊണ്ട് അത് പ്ലേസ് ഓഫ് സർവീസ് എവിടെയാണ്? പ്ലേസ് ഓഫ് പെർഫോമൻസ് ദുബായ് ആയതുകൊണ്ട് അക്രൂ ഇൻ ഇന്ത്യ അല്ല. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെ അല്ലാത്ത ഏത് കാര്യം വരുമ്പോഴും ആക്ട് പറയും ചിലത് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇന്ത്യ ആണ് എന്നുള്ളത്. അതിൽ ഒന്നാമത്തത്, എന്തെങ്കിലും ഒരു ബിസിനസ് നടക്കുന്നു, ഇൻകം കിട്ടുന്നു ത്രൂ ഓർ ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. എന്തെങ്കിലും ഒരു ബിസിനസ് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് കണക്ഷൻ, അതെങ്ങനെ? ഏജന്റിലൂടെ ഒരാൾക്ക് എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ ഒരാളെ ഏജന്റിനെ വെച്ചിട്ട് അയാളിലൂടെ ബിസിനസ് ചെയ്യാണ്. ഏജന്റാണ് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും ആ ഏജന്റിനെ പിന്നിൽ നിൽക്കുന്ന പ്രിൻസിപ്പാൾ ആരാണോ ആ പ്രിൻസിപ്പാൾക്ക് അത് ഇന്ത്യൻ ഇൻകം ആയിട്ടാണ് കണക്കാക്കുക, അല്ലാതെ ഏജന്റിനല്ല. എന്തിനാണ് ഇങ്ങനത്തെ ഡിസ്കഷൻ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദാഹരണം, ഇവിടെ ഒരു USA-കാരനായിട്ടുള്ള ഒരാളുണ്ട്, നോൺ റെസിഡന്റ് ആണ്. ഇയാള് ഇന്ത്യയിലെ ഓരോ ഭാഗത്തും ഇന്ത്യന്റെ 4 ഏരിയകളിൽ, സൗത്ത്, നോർത്ത്, വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, ഇങ്ങനെ വ്യത്യസ്ത ഏരിയകളിൽ അയാളുടെ ബിസിനസ് നടത്താൻ വേണ്ടി 4 ഏജന്റുമാരെ വെച്ചു എന്ന് കരുതുക. 4 ഏജന്റുമാരെ വെച്ചു എന്ന് കരുതുക. ഈ 4 ഏജന്റുമാരിലൂടെയും കൂടെ അയാൾക്ക് ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുള്ള ബിസിനസ്, ഇയാള് ഒരു 6 ലക്ഷം ബിസിനസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇയാളും ഒരു 5 ലക്ഷം ബിസിനസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇയാൾ ഒരു 6 ലക്ഷത്തിന്റെ ബിസിനസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇയാൾ ഒരു 7 ലക്ഷത്തിന്റെ ബിസിനസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കരുതുക. ഇൻഡിവിജ്വലി നോക്കുമ്പോൾ റിബേറ്റ് പോലത്തെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പം ഈ ഓരോ ഏജന്റുമാർക്കും ടാക്സ് ഒന്നും വരൂല. പക്ഷേ ഈ ഏജന്റിന്റെ ഉള്ളിൽ നിന്നും ആരാണോ പ്രവർത്തിക്കുന്നത് ഇയാൾക്ക് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ ടാക്സ് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരം കളികളൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഇന്ത്യയിൽ ഒരു ബിസിനസ് കണക്ഷൻ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിലൂടെ ആളുകൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു അസറ്റ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഡീലിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ഡീലിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ബിസിനസ് കണക്ഷൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു.
ഇപ്പൊ ഞാൻ USA എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടും എവിടെയാണ്, USA വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട്. അപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ പാരൻസ് താമസിക്കുന്ന വീട് ചെറുതായിട്ട് റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരത് തൽക്കാലം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടില് ഈ ഫ്രണ്ടിന്റെ പാരൻസിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കി. എന്താണ്, അടുത്തൊരു 6 മാസത്തേക്ക് അവരവിടെ താമസിക്കട്ടെ, എന്റെ റെന്റ് ഇവിടെ ഈ USA തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, ഈ റെന്റിന്റെ ഇൻകം സോഴ്സ് എവിടെ കിടക്കുന്നത്, ഇന്ത്യയിലാണ് കിടക്കുന്നത്. അത് ഡീംഡ് ടു ബി അക്രൂ ഇൻ ഇന്ത്യ ആയിട്ടാ പറയാ. ഡീലിങ്സ് എവിടെ നടന്നത്, ഞങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ് പുറത്താ നടന്നത്. റെന്റിന്റെ പൈസ എവിടുന്നാ വാങ്ങണത്, ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇന്ത്യക്ക് പുറത്താ USA വാങ്ങുന്നത്. രണ്ടും ഡീലിങ്സും ക്യാഷ് വാങ്ങുന്നതൊക്കെ അവിടെ നിന്നാണ്. അങ്ങനെയാണെങ്കിലും ഇത് ഡീംഡ് ടു ബി അക്രൂ ഇൻ ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കുക. ഇനി ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് എടുക്കുക. അവർ 6 മാസമൊക്കെ താമസിച്ചപ്പോൾ അവർക്ക് ഈ വീട് നല്ല ഇഷ്ടപ്പെട്ടു. തൽക്കാലം ഈ വീട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, ഈ വീട് നമുക്ക് വാങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ടാളും പരസ്പരം അഗ്രിമെന്റ് ഒക്കെ എഴുതി. അങ്ങനെ ഞങ്ങൾ ആ വീടിന്റെ ഡീലിങ്സ് നടത്തി, സെയിൽ നടത്തി. അങ്ങനെയാണെങ്കിൽ അത് ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ഒന്നാമത്തെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി ഇത് പലതവണ ഇതേ എക്സാമ്പിൾസ് ആവർത്തി പറഞ്ഞതാണ്. ഓക്കെ, റിവിഷൻ ക്ലാസ്സും കൂടെയാണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സാലറി ഇൻകം ഫോർ സർവീസ് റെന്റഡ് ഇൻ ഇന്ത്യ, വെദർ സച്ച് ഇൻകം ബിഫോർ ഓർ ആഫ്റ്റർ സർവീസ് റെന്റഡ്. ഇതൊന്നുമില്ല. ഒരാൾക്ക് ഗ്രാറ്റുവിറ്റിയോ അല്ലെങ്കിൽ പെൻഷനൊക്കെ റിട്ടയർ ആകുന്ന സമയത്ത് കിട്ടും അല്ലേ. പെൻഷൻ, ഉദാഹരണം പെൻഷൻ എടുക്കുക. ഒരാള് റിലയൻസ് ഇന്ത്യ ലിമിറ്റഡിൽ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മുംബൈ ഓഫീസിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ അയാൾ കാര്യങ്ങളൊക്കെ നിർത്തി അയാളുടെ നാടായിട്ടുള്ള USA അയാൾ പോയി. ഇപ്പൊ അയാൾക്ക് മാസം മാസം പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നത് സർവീസ് എന്തെങ്കിലും കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ ക്യാഷ് കിട്ടുന്നത് എവിടെയാണ്, USA എന്തെന്നായാലും ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അക്രൂ ഇന്ത്യ ആണോ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണോ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇന്ത്യയിൽ സർവീസ് ചെയ്തതിനോ അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്നതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാലറി ഇൻകം കിട്ടിയിട്ടുള്ളെങ്കിൽ അത് ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ ആണ്. അത് പെൻഷൻ ആയാലും ഗ്രാറ്റുവിറ്റി ആയാലും പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി ആയാലും ശരി. പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി എന്ന് പറയുമ്പോൾ പല എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സാലറി ചാപ്റ്ററിൽ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, സാലറി ഇൻകം എന്തെങ്കിലും ഒരു സർവീസ് കൊടുത്തതിനോ അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്ന സർവീസിനോ വേണ്ടിയിട്ട് സാലറി ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അത് ഇന്ത്യക്ക് പുറത്താണ് കിട്ടിയത്. ഇന്ത്യയിൽ സർവീസ് ചെയ്തതിനാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനാണ്. ജോയിനിങ് ബോണസ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാലറി റിസീവ്ഡ് ബൈ ഇന്ത്യൻ സിറ്റിസൺ ഫ്രം ഗവൺമെന്റ് ഫോർ സർവീസ് റെന്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇതെന്താണ്, ഇതൊന്നുമില്ല. നമ്മൾ അംബാസഡർമാരുടെ ഒക്കെ കേസ് എടുക്കുക. അംബാസഡർമാര് ഇപ്പോ കാനഡയിൽ നമ്മുടെ ഒരു അംബാസഡർ ഉണ്ട് എന്ന് വരിക. അയാൾ ഇവിടെ സർവീസ് ചെയ്യുന്നത് കാനഡയിലാണ്. പ്ലേസ് ഓഫ് പെർഫോമൻസ് കാനഡയാണ്. പേയ്മെന്റ് എമൗണ്ട് എവിടെ കിട്ടുക, നോർമലി കാനഡയിലാണ് കിട്ടുക. അയാൾക്ക് ഇന്ത്യയിലുള്ളതിലേക്കൊന്നും അത് ചെയ്യൽ കഴിയൂല, കാനഡയിലാണ് കിട്ടുക. അപ്പൊ അക്രൂ ഓർ അറൈസും റിസീവ്ഡും ഔട്ട്സൈഡ് ഇന്ത്യയാണ്. പക്ഷെ ഗവൺമെന്റ് ആണ് ഈ സാലറി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കുക. അത്രേ അതിലുള്ളൂ അംബാസഡർമാരുടെ സാലറി ഒക്കെ. പിന്നെ ഇന്ത്യൻ കമ്പനി ഇന്ത്യക്ക് പുറത്ത് ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, റിലയൻസ് ഇന്ത്യൻ കമ്പനിയാണ്. ഇതെന്ത് ചെയ്തു, യൂറോപ്പില് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവിഡൻഡ് യൂറോപ്പിലെ കുറച്ച് പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കമ്പനിയാണ്. അങ്ങനെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഇന്ത്യൻ ഇൻകം ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി ഗിഫ്റ്റ് കിട്ടിയ കേസാ പറയുന്നത്. ഗിഫ്റ്റ് ആരടുത്തുനിന്നാ ഗിഫ്റ്റ് കിട്ടുന്നത്, റെസിഡന്റ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും നോൺ റെസിഡന്റോ ഫോറിൻ കമ്പനിയോ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റോ
ഗിഫ്റ്റ് കിട്ടി, റെസിഡന്റ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും ഗിഫ്റ്റ് കിട്ടി. ആർക്കാ ഗിഫ്റ്റ് കിട്ടിയത്? ഈ മൂന്നിൽ ഏതൊരാളാവട്ടെ, ആ കിട്ടിയതാണെങ്കിലും ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ ആണ്. ഉദാഹരണം, ഇപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. എന്താ ഉദാഹരണം? ഞാന് എന്ത് ചെയ്യാണ്, ട്രംപിനെ കാണാൻ വേണ്ടി പോവാണ്. ട്രംപ് ആണെന്ന് മനസ്സിലാക്കുക. ട്രംപിനെ കാണാൻ പോവാണ്. ഞാൻ ആരാ? നിഷാദാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ട്രംപിനെ കണ്ടു. USA പോയി ട്രംപിനെ കണ്ട സമയത്ത് അയാളുടെ ആ ഒരു വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടനായിട്ട് ഞാൻ അയാൾക്കൊരു $50,000 സമ്മാനമായി കൊടുത്തു എന്ന് കരുതുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാ? റെസിഡന്റ് ആണ്. ഞാൻ എവിടുന്നാ ഇത് കൊടുക്കുന്നത്? USA പോയിട്ടാ കൊടുക്കുന്നത്. റിസീവ് ചെയ്യുന്നത് അവിടെയാണ്, എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത്. എന്നിരുന്നാലും റെസിഡന്റ് ആയ എന്നിൽ നിന്നും ട്രംപായ നോൺ റെസിഡന്റിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് അക്രൂ ചെയ്തത് പോലെയാണ് കണക്കാക്കേണ്ടത്. അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ പോയിന്റുകളിൽ. ഓക്കെ, നമ്മൾ അടുത്തയിലേക്ക് പോവാം. ഇനി ഈ ഒരു ഡിസ്കഷൻ നല്ലപോലെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിസ്കഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തത് ഇൻട്രസ്റ്റിന്റെ കേസാണ്. ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ബൈ ഗവൺമെന്റ്. എടാ, ഇവിടെ ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. ആരായാലും ശരി, നമ്മളിപ്പോ തൽക്കാലം സിംപിളി മനസ്സിലാക്കാൻ വേണ്ടി നോൺ റെസിഡന്റ് ആയ ഒരാൾ എടുക്കുക. ഈ നോൺ റെസിഡന്റ് ആയ ഒരാള് നമ്മളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടുണ്ട്. ബോണ്ട് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ ക്യാഷ് കൊടുത്തത്? ബോണ്ടിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അയാൾക്ക് എന്ത് ചെയ്യും? തിരിച്ച് ഇൻട്രസ്റ്റ് പേ ചെയ്യും. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ, അതിനി അമേരിക്കയിൽ പേ ചെയ്തതാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് അക്രൂ ഓർ ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, കാര്യം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഈ നോൺ റെസിഡന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോണ്ട് വാങ്ങി ക്യാഷ് കൊടുത്തു. അതിന് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഇൻട്രസ്റ്റ് കൊടുക്കും. ഈ ഇൻട്രസ്റ്റ് നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ്? ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, റെസിഡന്റ് ആയ ഒരു വ്യക്തി ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. ഇതാ ഇവിടെ നോൺ റെസിഡന്റ് ആയ ഒരാളുണ്ട്, ഇവിടെ റെസിഡന്റ് ആയ മറ്റൊരാളുണ്ട്. നോൺ റെസിഡന്റ് ആയ ഈ വ്യക്തി റെസിഡന്റ് ആയ മറ്റൊരു വ്യക്തിക്ക് ലോണ് കൊടുത്തിട്ടുണ്ട്. ഈ ലോണ് കൊടുത്തതിന് സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്യും? റെസിഡന്റ് ഇൻട്രസ്റ്റ് കൊടുക്കും. റെസിഡന്റ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് സാധാരണ രീതിയിൽ ഈ ഇൻട്രസ്റ്റ് നോൺ റെസിഡന്റിന് എന്താണ്? ടാക്സബിൾ ആ. കാരണം അത് റെസിഡന്റിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അത് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. ഇതേ കാര്യം ശ്രദ്ധിക്കുക. ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഈ നോൺ റെസിഡന്റിന്റെ അടുത്തുനിന്ന് കിട്ടിയ ലോൺ ഉപയോഗിച്ചിട്ട് ഈ റെസിഡന്റ് ആയ വ്യക്തി ഇന്ത്യക്ക് പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ എന്തെങ്കിലും ബിസിനസ് ചെയ്തതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ആ പ്രോഫിറ്റ് കിട്ടിയത്, ബിസിനസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് കിട്ടിയത് എവിടുന്ന? ഇന്ത്യക്ക് പുറത്തുനിന്നാണ്. ആ ഇന്ത്യക്ക് പുറത്ത് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം എന്താണ്? നോൺ റെസിഡന്റ് ആയ വ്യക്തി ലോൺ കൊടുത്തു. ആ ഫണ്ട് എടുത്തിട്ട് ഇയാള് ഇന്ത്യക്ക് പുറത്താണ് ബിസിനസ് ചെയ്തത്. എന്നിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ഇന്ത്യക്ക് ഒരു ബന്ധമില്ല ആ പ്രോഫിറ്റിന്. അതുകൊണ്ട് തന്നെ ആ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലേ സാധാരണഗതി കൊടുക്കുക. അതുകൊണ്ട് തന്നെ അതെന്തല്ല? ഇന്ത്യയിൽ ടാക്സബിൾ അല്ല. അല്ലാതെ ഇപ്പൊ ഇന്ത്യയിൽ ബിസിനസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്, അതെന്ത് ചെയ്യണം? ടാക്സബിൾ ആണ്. മൂന്നാമത്തെ കേസ്, ഒരു നോൺ റെസിഡന്റ് ആയ വ്യക്തി, വീണ്ടും ഒരു നോൺ റെസിഡന്റ് ആയ ഒരാൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നോൺ റെസിഡന്റ് ആയ ഒരാൾ, ഈ നോൺ റെസിഡന്റ് മറ്റൊരു നോൺ റെസിഡന്റിന് എന്ത് ചെയ്തു? ലോണ് കൊടുത്തു. ഈ ലോണ് കൊടുത്ത പൈസ എടുത്തിട്ട് ഈ നോൺ റെസിഡന്റ് ആയ വ്യക്തി ഇന്ത്യയിൽ ബിസിനസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ബിസിനസ് ചെയ്തതെന്ന് പ്രോഫിറ്റ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും.
ഈ പ്രോഫിറ്റ് എടുത്തിട്ട് പ്രോഫിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ്, സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് എന്നല്ലേ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പൊ ഈ നോൺ റെസിഡന്റിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാണ്, ഒരു ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. ഈ ലോണ് കൊടുത്തു, ഈ ലോൺ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലാണ് ഈ നോൺ റെസിഡന്റ് ബിസിനസ് ചെയ്തത്. അങ്ങനെ അയാൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നോൺ റെസിഡന്റ് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യയാണ്. ഇത്രേ പോയിന്റ് ഉള്ളൂ. ക്ലിയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ഡിസ്കഷൻക്ക് പോവാണ്. ഈ പറഞ്ഞതൊക്കെ നമ്മൾ റോയൽറ്റി ആക്കി മാറ്റി കഴിഞ്ഞാൽ ഈ എക്സാമ്പിളും തീരും. അതായത് നോൺ റെസിഡന്റ് ആയ ഒരു വ്യക്തി എന്തെങ്കിലും ടെക്നിക്കൽ സർവീസ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന് പകരമായിട്ട് റോയൽറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യയാണ്. ഇതേ സാധനം തന്നെ ഗവൺമെന്റിന് പകരം റെസിഡന്റ് ആയ ഒരു വ്യക്തിക്ക് കൊടുത്തു. റെസിഡന്റ് ആയ ഒരു വ്യക്തിക്ക് കൊടുത്താൽ ആ റെസിഡന്റ് ആയ വ്യക്തി ടെക്നിക്കൽ സർവീസ് കൊടുത്തതിന് റോയൽറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ടാക്സബിൾ ആണ്. ആരടുത്ത്? ഈ നോൺ റെസിഡന്റിന്റെ അടുത്ത്. കാരണം ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ ആണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഈ ടെക്നിക്കൽ സർവീസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ബിസിനസ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ എന്തില്ല, ടാക്സ് ഇല്ല. ഇന്ത്യക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇതിന് ടാക്സ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഈ ടെക്നിക്കൽ സർവീസ് കിട്ടി, ആ ടെക്നിക്കൽ സർവീസ് വെച്ചിട്ട് ഇയാൾ ബിസിനസ് ചെയ്തത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഇനി റോയൽറ്റി കൊടുക്കുന്നതിന് ടാക്സ് കൊടുക്കണ്ട. ഇതേപോലെ അടുത്ത എക്സാമ്പിള്, നോൺ റെസിഡന്റ് ആയ വ്യക്തി മറ്റൊരു നോൺ റെസിഡന്റ് ആയ വ്യക്തിക്ക് ഒരു ടെക്നിക്കൽ സർവീസ് കൊടുത്തു. ടെക്നിക്കൽ സർവീസിന് റോയൽറ്റി എന്ത് ചെയ്തു, തിരിച്ചു കൊടുത്തു. നോൺ റെസിഡന്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് റോയൽറ്റി കൊടുത്തു. ഈ കൊടുത്ത റോയൽറ്റി ഈ ടെക്നിക്കൽ സർവീസ് വെച്ചിട്ട് അയാൾ ഇന്ത്യയിലാണ് ബിസിനസ് ചെയ്തതെങ്കിൽ ടാക്സബിൾ ആണ്. മറ്റേ റെസിഡന്റിന്റെ കേസ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ടാക്സബിൾ അല്ല എന്നാ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഡീംഡ് ടു അക്രൂ ഓർ അറൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതൊക്കെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് ടേമുകൾ പരിചയപ്പെടാം. 2 മാർക്കിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻകം മീൻസ് ഹെഡുകൾ, ഇൻകം ഫ്രം സാലറി, അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതിലുള്ള എല്ലാ ഹെഡിലുള്ള ഇൻകംസും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയറിൽ വരുന്ന, മുൻകാല വർഷങ്ങളിൽ വരുന്ന എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ നഷ്ടം കുറച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. നോർമലി ഒരാൾക്ക് ഏതൊക്കെ ഹെഡിൽ പൈസ വരും? സാലറിയിൽ വരും, ഹൗസ് പ്രോപ്പർട്ടി വരും, മറ്റൊന്ന് ബിസിനസ് PGBP വരും, മറ്റൊന്ന് ക്യാപിറ്റൽ ഗെയിൻ വരും, ഇൻകം ഫ്രം അതർ സോഴ്സ് വരും. ഈ ഇൻകം എല്ലാം നമ്മൾ പരസ്പരം തമ്മിൽ കൂട്ടി ശേഷം കഴിഞ്ഞ വർഷങ്ങളിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, ലോസുകൾ ഉണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ നമ്മൾ കുറച്ചു എന്നിട്ട് കിട്ടുന്ന ഈ സംഖ്യയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്തുമ്പം ചാപ്റ്റർ 6A കുറെ ഡിഡക്ഷൻസ് ഉണ്ട്. പ്രൊവിഡന്റ് ഫണ്ടിലേക്ക്, മറിച്ചയിലേക്ക് എന്ന് പറഞ്ഞ പല ഡിഡക്ഷൻസും ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഒന്നും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കൂല. ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുമ്പോൾ കുറക്കൂല. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടതിന് ശേഷം ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കുറച്ചാ പിന്നെ അതിനെ വിളിക്കുന്ന പേര് ടോട്ടൽ ഇൻകം എന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ചാപ്റ്റർ 6A PF, പെൻഷൻ, LIC, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ഇത്, അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുറച്ചാ കിട്ടുന്ന ഇൻകത്തിനാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. ഈ ടോട്ടൽ ഇൻകത്തിന്റെ മേലാണ് നമ്മൾ ടാക്സ് എന്ത് ചെയ്യേണ്ടത്? പേ ചെയ്യേണ്ടത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അസസി ആരാന്ന് പറഞ്ഞാൽ, അസസി എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കാനുള്ള ആൾ. ഇറ്റ് മീൻസ് എനി പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ എനി ടാക്സ് ഓർ അതർ സം അണ്ടർ Income Tax Act. It includes person in respect of which proceedings initiated. ഇയാൾക്കെതിരെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അയാളും അസസിയാണ്. അതുപോലെ തന്നെ ഡീംഡ് അസസിയാണ്. അസസി ഇൻ ഡീഫോൾട്ടും അസസിയാണ്.
അപ്പൊ അസസി എന്ന് പറഞ്ഞാൽ ആരാ? എന്തെങ്കിലും ടാക്സോ മറ്റു എമൗണ്ടോ കൊടുക്കാൻ ബാധ്യസ്ഥനുള്ള ആള്. അതുപോലെ തന്നെ ഒരാൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാള്. അതുപോലെ ഡീംഡ് അസസി, അസസിയാന്ന് നമുക്ക് തോന്നൂല, പക്ഷെ അസസി ആയിട്ട് പരിഗണിക്കപ്പെട്ട ആളും. അസസി ഇൻ ഡീഫോൾട്ട് ഒക്കെ അസസിയാണ്, ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന്റെ ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഡീംഡ് അസസി ഇതും 2 മാർക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ ആരാ? മറ്റൊരാൾക്കുടെ ഇൻകത്തിന്റെ മേലിൽ ഞാൻ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയാണെങ്കിൽ ഞാൻ ഡീംഡ് അസസിയാണ്. ഉദാഹരണം, ഞാൻ ഇതാ ഇവിടെ എനിക്ക് 2 എന്തുണ്ട് മക്കളുണ്ട് എന്ന് കരുതാം. അപ്പോ ഇവർക്ക് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടാക്സ് ഞാനാണ് എന്ത് ചെയ്യേണ്ടത്? അടക്കേണ്ടത്. ഇവർക്കൊരിക്കലും അതിന്റെ അവരൊരിക്കലും ബാധ്യസ്ഥനാവണില്ല, ലയബിലിറ്റി വരുന്നില്ല. അപ്പൊ ഇവരുടെ ഇൻകത്തിന്റെ മേലിൽ ഞാനാണ് ടാക്സ് കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഡീംഡ് അസസിയാണ്. By a person who is bound to pay tax in respect of the income of another is called deemed assessee. മറ്റൊരാളുടെ ഇൻകത്തിന്റെ മേലിൽ ഒരാൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായ ആളാണ് ഡീംഡ് അസസി എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ പറഞ്ഞു ഗാർഡിയൻ ഓഫ് മൈനർ ചൈൽഡ്, അല്ലെങ്കിൽ ഒരാൾ പഠിച്ചു പോയി എന്ന് കരുതുക, അപ്പൊ അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ എന്താണ്? ഡീംഡ് അസസിയാണ്. ഞാനിപ്പം അടിച്ചുപോയി എന്ന് കരുതുക, അപ്പൊ എനിക്ക് ടാക്സ് കൊടുക്കാൻ ഞാൻ എണീറ്റ് വന്ന് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ എന്റെ അസറ്റുകളൊക്കെ നോക്കി നടത്താൻ അത് തീരുമാനമാക്കാനുള്ള ലീഗൽ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും, അവരാണ് അവിടെ ഡീംഡ് അസസി ആയി വരിക. അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ബാധ്യത ഉണ്ട്, എന്നിട്ട് ആ ബാധ്യത നിറവേറ്റുന്ന കാര്യത്തിൽ അവർ ഫെയിലിയർ ആയി എന്തെങ്കിലും തരികിട ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം അസസിനെയാണ് നമ്മൾ തരികിട അസസി എന്നോ അല്ലെങ്കിൽ അസസി ഇൻ ഡീഫോൾട്ടോ എന്ന് പറയുന്നത്. വെൻ എ പേഴ്സൺ ലയബിൾ ടു കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെന്റ് ഓഫ് അണ്ടർ ദ ആക്ട്, അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, എന്നിട്ട് ഫെയിൽ ടു ഡു സോ, അങ്ങനെ ചെയ്യാൻ അയാള് ഫെയിൽ ആയി പോയാൽ ഹി ബിക്കം അസസി ഇൻ ഡീഫോൾട്ട്. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യാണ്ട് TDS കൊടുക്കുന്നത് പിടിക്കാനുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് കൊടുക്കാനുണ്ട്, അത് ഗവൺമെന്റിക്ക് കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ അയാള് അസസി ഇൻ ഡീഫോൾട്ട് ആണ്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ടാക്സ് ഉണ്ട്. റേറ്റ് ഓഫ് ടാക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്തായാലും പെട്ടെന്ന് പറയാം. 60 വയസ്സിന് താഴെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളെ റേറ്റ് ഓഫ് ടാക്സ് എത്രയാണെന്നാ ചോദിക്കുന്നത്. ഇൻഡിവിജ്വലിന്റെ റേറ്റ് ആണ് പറയുന്നത്. 60 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം വരെ ടാക്സ് ഒന്നും കൊടുക്കണ്ട. എടാ 8 മണിയായോ? 8 മണിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. AFM ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? AFM ക്ലാസ് ഉണ്ടോ? യെസ്. എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റേറ്റ് ഓഫ് ടാക്സ് പോലത്തെ കുറച്ച് കാര്യങ്ങൾ, റേറ്റ് ഓഫ് ടാക്സ്, പിന്നെ അതുപോലെ തന്നെ 1-2 കുറച്ച് ടോപ്പിക്കും കൂടെ ഉണ്ട്. അത് നമുക്ക് ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർക്കുക, അത് പിന്നെ ആക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. കുറച്ച് ടോപ്പിക് ഉണ്ട്, ഒരു 10 മിനിറ്റ് എപ്പോഴെങ്കിലും ഫ്രീ ആകുന്ന സമയത്ത് അതും കൂടെ റെക്കോർഡ് ചെയ്തിടാം. ഓക്കെ, തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.